അരനൂറ്റാണ്ട് മുമ്പ് ജീവൻ നിലനിർത്താൻ ജീവജലം നൽകിയ കുടിവെള്ള ടാങ്ക് ഇന്ന് പ്രദേശവാസികൾക്ക് ജീവന് ഭീഷണിയായി നിൽക്കുകയാണ്. മേലാർക്കോട് പഞ്ചായത്തിലെ ചിറ്റിലഞ്ചേരി നീലച്ചിറയിലെ കുടിവെള്ള ടാങ്കാണ് പ്രദേശവാസികൾക്ക് ജീവന് ഭീഷണിയായി നിലനിൽക്കുന്നത്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ജീർണിച്ച കുടിവെള്ള സംഭരണിക്ക്. 40 കൊല്ലമായി കുടിവെള്ള സംഭരണി ഉപയോഗിച്ചിട്ട്. കുടിവെള്ള സംഭരണി ഉപയോഗശൂന്യമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇതിൽ ഞങ്ങൾ വരുമ്പോൾ ഇല്ല, ഉപയോഗിക്കില്ല വെള്ളം. ഞങ്ങൾക്ക് പിന്നെ പോത്തിൻ്റെ വെള്ളമാണ്. ശൈലജ മേഡം ഇവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പോത്തിൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതങ്ങനെ എടുത്തു. പിന്നെ ഇവിടെ കണക്ഷനൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ വെള്ളം എടുത്തു. ഞങ്ങൾ വരുമ്പോഴേ ഇല്ല, ഇതിലല്ല, അത് നേരിട്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴേ ഇല്ല. ഞാൻ പോന്നിട്ട് 41 വർഷമായി. സമീപത്തെ കൊക്കറണിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് വിതരണം ചെയ്യുന്ന സംവിധാനമായിരുന്നു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. കുടിവെള്ള സംഭരണിയുടെ കാലുകളെല്ലാം തന്നെ ദ്രവിച്ച് ഏതു സമയത്തും വീഴാവുന്ന സ്ഥിതിയിലാണ്. ഏതാനും കൊല്ലം മുമ്പ് പഞ്ചായത്ത് അംഗം ഇടപെട്ട് കാലുകൾ ബലപ്പെടുത്തി. എന്നാൽ ബലപ്പെടുത്തിയ ഭാഗമൊഴികെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം ജീർണാവസ്ഥയിലാണ്. പ്രദേശവാസികൾ ടാങ്കിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചും അപകട ഭീഷണിയെക്കുറിച്ചും പലതവണ പഞ്ചായത്ത് അധികാരികളെ വിവരമറിയിച്ചു. എന്നാൽ പൊളിച്ചുമാറ്റാൻ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. യാതൊരു റെസ്പോണ്ടും ഇല്ല. പഞ്ചായത്ത് എന്ന് പറയുന്ന ഫണ്ടില്ല എന്നാണ്. ഇത്രയും കാറ്റും മഴയും വന്നിട്ടും അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ഫണ്ടില്ല എന്ന് പറയുന്നു. പൊളിക്കാൻ കാറ്റ് സമയമാണ് വരുന്നത്. ഇതിന് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. നല്ല കാറ്റൊക്കെ അടിക്കില്ലേ, അപ്പം അങ്ങനെ ആടും. ഇതിൻ്റെ ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഞങ്ങൾ കുറേ പ്രാവശ്യം പഞ്ചായത്തിൽ എവിടെ കൊടുത്തിട്ടൊരു ഇതുമില്ല. ടാങ്ക് പൊളിച്ചുമാറ്റാൻ ആവശ്യമായ നടപടിക്രമങ്ങളും എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയതായി പഞ്ചായത്ത് അധികാരികൾ പറയുന്നു. UTV ന്യൂസ്, പാലക്കാട്.